തപ്പത്തിന്റെ പെസഹ പെരുന്നാൾ അടുത്തപ്പോൾ യേശു പത്രോസിനെയും യോഹന്നാനെയും പെസഹ ഒരുക്കേണ്ടതിന് മുൻകൂട്ടി പറഞ്ഞയച്ചു. ഞാൻ കഷ്ടം അനുഭവിക്കുന്നതിന് മുൻപേ ഈ പെസഹ നിങ്ങളോടുകൂടി കഴിക്കാൻ വളരെ ആഗ്രഹിച്ചു. ഞാൻ പറയുന്നു, അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാനിനി ഇത് ഭക്ഷിക്കുകയില്ല. ഞങ്ങളുടെ കർത്താവാം ദൈവമേ, തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മുന്തിരിയിൽ നീ ഫലം കായ്ക്കുമാറാക്കുന്നവനല്ലോ. ഇത് നിങ്ങൾ വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യം വരുന്നതുവരെ ഞാൻ ഇനി മുന്തിരിയുടെ ഫലം അനുഭവിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയുന്നു. ഞങ്ങളുടെ കർത്താവാം ദൈവമേ, തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭൂമിയിൽ നിന്നും നീ ആഹാരം ഉളവാക്കുന്നവനല്ലോ. ഇത് ഞാൻ നിങ്ങൾക്കായി നൽകുന്ന എന്റെ ശരീരം. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന്റെ കൈ എന്റെ അടുത്ത് തന്നെയുണ്ട്. ദൈവനിർണയപ്രകാരം മനുഷ്യപുത്രൻ മരിക്കേണ്ടതാകുന്നുവെങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്നവന് അയ്യോ കഷ്ടം. ഒരിക്കലുമില്ല, അസാധ്യം. പെസഹാനാളിലെ ആത്മബലി, ഗാഗുൽത്തായിലെ രക്തബലി, രക്ഷകനേശുവിൻ സ്നേഹബലി, അർപ്പിതമാകുമി ദിവ്യബലി. പെസഹാനാളിലെ ആത്മബലി, ഗാഗുൽത്തായിലെ രക്തബലി, രക്ഷകനേശുവിൻ സ്നേഹബലി, അർപ്പിതമാകുമി